PV അൻവറിനെ UDF-ൽ സഹകരിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. എന്നാൽ അൻവറിന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ ഘടകകക്ഷി ആക്കില്ല എന്നുള്ള തീരുമാനവുമുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അൻവറിനെ ഇപ്പോൾ UDF-ൽ എടുക്കാൻ തീർച്ചപ്പെടുത്തിയല്ലേ, അത് നല്ലതാ. കാരണം അൻവർ ഇങ്ങനെ ഈ ഗതികിട്ടാ പ്രേതത്തെ പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഇതുണ്ട്, ഗതികിട്ടാ പ്രേതമേ. അവരെ പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ആവാഹിച്ച് ഒന്ന് കുടിയിരുത്തണം. പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട്, CPM-നെ വെല്ലുവിളിച്ചുകൊണ്ട്, അതുപോലെ പിണറായിയുടെ സിൽബന്ധികളായിട്ട് നിൽക്കുന്ന ചില IAS IPS-കാരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അൻവർ ഇറങ്ങി വന്നത്. ഈ CPM-ൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് 2016-ലും 2021-ലും നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചത്. അസംബ്ലിയിലൊക്കെ ചില സമയത്ത് വരുത്തുന്നുമില്ലായിരുന്നു. അദ്ദേഹം ആഫ്രിക്കയിൽ സ്വർണ്ണ ഖനനമോ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കും. വലിയ കച്ചവടക്കാരനല്ലേ. അപ്പോൾ എന്തായാലും വെല്ലുവിളിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ആരുടെയെങ്കിലും കൂടെ നിൽക്കണം, അല്ലാതെ PV അൻവർ എന്നും പറഞ്ഞ് നിന്നാലൊന്നും കഥയില്ല. അതിനുവേണ്ടി തമിഴ്നാട്ടിൽ പോയി സ്റ്റാലിനെ കണ്ടു. സ്റ്റാലിനും നമ്മുടെ ഇവിടുത്തെ സ്റ്റാലിനും തമ്മിൽ വലിയ അടുപ്പമല്ലേ, പിണറായി സ്റ്റാലിനും തമ്മിൽ. രണ്ടും കൂടെ തോളിക്കൈയിട്ട് നടക്കുന്നവരാണ്. അപ്പോൾ പിണറായി പാര വെച്ച് കൊടുത്തു. അങ്ങനെയാണ് പിന്നീട് തൃണമൂൽ കണ്ടത്. മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പം കേരളത്തിലും മറ്റുള്ളിടത്തൊന്നും ഒരു ഘടകമൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് ബംഗാളിൽ അങ്ങനെ നിൽക്കണം. ബംഗാളിലൂടെ അങ്ങനെ വളർന്നു വന്നിട്ട് അവർക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനാണ് മോഹം. ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന മുന്നണിയിൽ ഉള്ളവരാണ് ഈ തൃണമൂൽ കോൺഗ്രസ്. അപ്പോൾ അതിനകത്ത് തൃണമൂൽ കോൺഗ്രസിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ അതുവഴി UDF-ൻ്റെ ഒരു ഭാഗമാകാം. അല്ലെങ്കിൽ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് ഒരു ഘടകമായിട്ട്. പക്ഷേ PV അൻവർ ഇത്തരത്തിൽ ഇപ്പോൾ ഘടകകക്ഷിയായിട്ട് തൃണമൂൽ കോൺഗ്രസിനെ ചേർക്കില്ല, UDF ചേർക്കില്ല എന്നുള്ള തീരുമാനം. പക്ഷേ PV അൻവറിനെ ചിലപ്പോൾ ഏറ്റെടുക്കുമായിരിക്കും. ആ ഒരു തീരുമാനത്തോട് അൻവർ യോജിക്കുമോ? യോജിക്കും. കാരണം ഇവിടെ എന്തോ തൃണമൂൽ കോൺഗ്രസ് ഇവിടെ എന്തോന്നുണ്ടായി ആർക്കറിയാം. അതിലും ഭേദം PV അൻവർ UDF-ൽ അങ്ങ് ചേരുക, കോൺഗ്രസ്സിലേക്ക് അങ്ങ് ചേരുക, അതായിരിക്കും നല്ലത്. പഴയ കോൺഗ്രസ്സുകാരനാണെന്നാണ് പറയുന്നത്. അങ്ങനെ അത് ആയുള്ള സാധ്യതയാണ് കൂടുതലും വരുന്നത്. എന്തായാലും ഇപ്പോൾ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് അവിടെ വിജയം ഉണ്ടാകും എങ്കിൽ അത് PV അൻവറിൻ്റെ നേട്ടം തന്നെ ആയിരിക്കും. PV അൻവറിൻ്റെ പ്രയത്നവും കൂടിയായിരിക്കും. കാരണം ഈ മന്ത്രിസഭയുടെ കാലാവധി പിണറായി വിജയൻ്റെ രണ്ടാമത്തെ കാലാവധി തീരുന്നത് അടുത്ത 2026 ഏപ്രിൽ മെയ്യോടുകൂടി തീരുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഈ നിലമ്പൂരിൽ വരാൻ പോകുന്നത്. അവിടെ ആ സീറ്റ് അവർക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ, CPM-ന് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി അവർക്ക് ഉണ്ടാക്കും. കാരണം ഇങ്ങനെ ഭരണ തുടർച്ചയിൽ ഒരു മങ്ങലേൽക്കും. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ജനങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യും. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ലെന്നൊക്കെയാണ് LDF തന്നെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് മൂന്നാം തവണയും പിണറായിയുടെ കാലം തന്നെയാണ്, പിണറായി യുഗം തന്നെ തുടരും എന്നുള്ള മട്ടിലാണ് പറഞ്ഞു നടക്കുന്നത്. പക്ഷേ അതിന് ഇടിവ് സംഭവിക്കും. ഇപ്പോൾ CPM-ന് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു തലവേദനയാണ്. കാരണം അതിനകത്ത് കൂടുതൽ സാധ്യത ഇപ്പോൾ കാണുന്നത് UDF-ന് ആണ്. അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇവർ വലിയ തന്ത്രങ്ങൾ മെനയാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് CPM. ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല ഇരു മുന്നണികളും. അത് തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അതുണ്ടാകത്തുള്ളൂ. മിക്കവാറും ഉടനെ തന്നെ ഉണ്ടാകും, അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകും. അത് കോൺഗ്രസിനകത്ത് തന്നെ സ്ഥാനാർത്ഥി ആരാകണമെന്നുള്ളതിനെക്കുറിച്ചൊരു കലഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോൾ സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വരുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് അവിടെ നിന്ന് ഇറങ്ങി വരാൻ സാധ്യതയുണ്ടെന്നാണ് CPM-ൻ്റെ കണക്കുകൂട്ടൽ. ജോയിയെയും ഷൗക്കത്തിൻ്റെയും പേരാണ് ഇപ്പോൾ അവിടെ പറഞ്ഞു കേൾക്കുന്നത്. ഷൗക്കത്ത് ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണ്, നിലമ്പൂരുകാരൻ തന്നെയാണ്. നിലമ്പൂർ മണ്ഡലത്തിൻ്റെ വേരുകളൊക്കെ തന്നെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഷൗക്കത്ത്. ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ എന്നുള്ള രീതിയിലും അദ്ദേഹത്തിന് നിലമ്പൂർ മണ്ഡലത്തിലൊരു വലിയ സ്ഥാനമുണ്ട്. ജോയിക്ക് ഇതേപോലെ സ്ഥാനമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് CPM നോക്കുന്നത് ഷൗക്കത്ത് എന്തായാലും തനിക്ക് തന്നെ വേണമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. PV അൻവർ മുൻപോട്ട് വെച്ച പേര് ജോയിയുടെയാണ്. ഷൗക്കത്തിനോട് താല്പര്യമില്ല. ഷൗക്കത്ത് ജോയി അൻവറിനോട് 2021 ഏറ്റുമുട്ടിയത്. 2021 ഭൂരിപക്ഷം എന്ന് പറയുന്നത് വളരെ കുറവാണ് അൻവറിന്, 2700 വോട്ടിന്. 2016 12,000 13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് CPM നോക്കിയിരിക്കുന്നത് ഷൗക്കത്തിന് അവിടെ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിൽ, ഇപ്പം കിട്ടിയാൽ ഷൗക്കത്ത് ഉദ്ദേശിക്കുന്നത് അത് വെച്ചുകൊണ്ടുള്ള വിജയത്തിലൂടെ വന്ന് 2026 മത്സരത്തിൽ ഇറങ്ങി വിജയിക്കാം. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം എന്നുള്ളതാണ് ഷൗക്കത്ത് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇനി അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിലോ ഷൗക്കത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് അടഞ്ഞു പോകും. ഇനി അതുകൊണ്ട് ഷൗക്കത്ത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയാൽ CPM ഇങ്ങനെ വല വിരിച്ച് നിൽക്കുകയാണ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. പാലക്കാട്ട് സരിനെ എടുത്തതുപോലെ ഷൗക്കത്തിനെ എടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നുകിൽ അത്തരത്തിൽ നോക്കും CPM ഷൗക്കത്തിനെ ഇറക്കാൻ, പാർട്ടി മാറി വരികയാണെന്നുണ്ടെങ്കിൽ. അതല്ലെന്നുണ്ടെങ്കിൽ CPM ഉദ്ദേശിക്കുന്നത് സ്വരാജിനെ തന്നെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. സ്വരാജ് 2021 2016 തൃപ്പൂണിത്തറയിൽ നിന്ന് വിജയിച്ച ആളാണ്. കെ ബാബുവിനെ പരാജയപ്പെടുത്തി. 2021 കെ ബാബുവിനോട് മത്സരിച്ചു, പരാജയപ്പെട്ടു. വളരെ ചെറിയൊരു ഭൂരിപക്ഷത്തിലാണ്. ഇപ്പോഴും അത് കോടതിയിൽ കേസൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ സ്വരാജ് നിലമ്പൂർ സ്വദേശി തന്നെയാണ്. അതുകൊണ്ട് മണ്ഡലത്തിൽ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ സ്വരാജിനെ ഇറക്കി മണ്ഡലം പിടിക്കണം, നിലനിർത്തണം. CPM-ന് ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അഭിമാന പോരാട്ടം തന്നെയാണിത്. കാരണം കയ്യിൽ ഉണ്ടായിരുന്ന ഒരു MLA ഇറങ്ങിപ്പോയി CPM പാർട്ടിയെയും പിണറായിയെയും വെല്ലുവിളിച്ചു കൊണ്ടിറങ്ങിപ്പോയി പല കാര്യങ്ങളും അഴിമതികളൊക്കെ എടുത്ത് പുറത്തു കൊണ്ടുവരുന്നു, ചൂണ്ടിക്കാട്ടുന്നു. അതൊക്കെ വലിയ ക്ഷീണമുണ്ടാക്കി. അവിടെ എന്തായാലും അൻവറിനൊരു ജനകീയ പിന്തുണയുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ ഏരിയയാണ്. ക്രൈസ്തവർ ഏതാണ്ട് ഒരു 20-25%. BJPയും അവിടെ പിന്നോട്ട് പോകുന്നുമില്ല. അവിടെ രാഷ്ട്രീയമായിട്ട് തന്നെ എതിരിടാനായിട്ട് അദ്ദേഹം നല്ലൊരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ നിർത്തുകയും ചെയ്യും. അത് അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അൻവറിനെ UDF-ലേക്ക് എടുത്താൽ അത് UDF-ന് ഒരു നേട്ടം ഉണ്ടാക്കുമെന്നുള്ള കാര്യമാണ്. അൻവറിന് അങ്ങനെ തൃണമൂൽ എന്നും പറഞ്ഞൊന്നും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഈ തൃണമൂൽ എന്ന് പറയുന്നതും എല്ലാം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി വരുന്നതാണ്. ദേശീയ തലത്തിൽ ഇവരെല്ലാം ഒന്നിച്ചു വരുന്നുണ്ട്. CPM-ഉം CPI-യും തൃണമൂലും ഇവരൊക്കെ തന്നെ DMK ഒക്കെ ഇന്ത്യ മുന്നണിയിൽ വരുന്നതല്ലേ. അപ്പോൾ അവിടെ പോയാൽ ഈ തൃണമൂലൊക്കെ ആദ്യകാലത്ത് ഇടഞ്ഞു നിന്നതാണ്. കാരണം മമതയുടെ താല്പര്യം വേറെ ചിലതാണ്. അപ്പോൾ അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ കാൽ ചുവട്ടടിയിലൊന്നും നിൽക്കാൻ താല്പര്യമില്ലെന്നുള്ളതാണ്. അപ്പോൾ അൻവർ ഇവിടെ കേരള ഘടകത്തിലൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ട് UDF-ലേക്ക് അങ്ങ് മാറും, കോൺഗ്രസ്സുകാരനാകും. ഇവിടെ ആര് നിന്നാൽ തന്നെയും UDF-ന്റെ വിജയം ഉണ്ടായാൽ അത് അൻവറിൻ്റെ വിജയമായിട്ടായിരിക്കും കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.